ഒരാളുടെ റോൾ മോഡൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്, മറ്റൊരാളുടെ റോൾ മോഡൽ സ്വന്തം അമ്മയാണ്. രണ്ട് മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് എൻ്റെ കൂടെ ഉള്ളത്. രണ്ടുപേരും NSMC കോഴിക്കോട് റീജിയനിലുള്ള എക്സാമിനേഷനിൽ ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. എൻ്റെ കൂടെ അമൻ പി നായർ ഉണ്ട്, 6ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് ഹോൾഡറാണ്. രണ്ടാമത്തെ ആള് അബ്ദുള്ള അബ്ദുൾ റാസിഖ് ഉണ്ട്, 7th ക്ലാസ്സിലെ 3rd പ്രൈസ് ഹോൾഡറാണ്. രണ്ടുപേരോടും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു എക്സാമിനേഷൻ രണ്ടുപേർക്കും? എളുപ്പമായിരുന്നു രണ്ടുപേർക്കും. അപ്പൊ എക്സാം എളുപ്പമായിരുന്നു. അമൻ എങ്ങനെയാണ് നമ്മുടെ എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? എൻ്റെ അമ്മ നമ്മുടെ പുറത്തുനിന്നൊക്കെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ അറിഞ്ഞതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ അറിഞ്ഞതാണ്. ഓക്കെ, അമനാണ് എന്നോട് പറഞ്ഞത് അമന്റെ റോൾ മോഡൽ സ്വന്തം അമ്മയാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അമ്മ റോൾ മോഡൽ ആവാൻ കാരണം? അത് എൻ്റെ അമ്മ ഇതുപോലെ എൻ്റെ വയസ്സും ലൈക്ക് +1 ഒക്കെ ആകുമ്പോൾ കുറെ സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ അതിൽ ഇതുപോലെ കുറെ പ്രൈസും റാങ്കിങ് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. സോ എനിക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ എടുക്കുന്നത് എൻ്റെ സ്വന്തം അമ്മേനെ. ഓക്കെ, അപ്പോൾ നോക്കണം, 6ാം ക്ലാസ്സിലെ അമനാണ് പറയുന്നത് കുറേ അധികം കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ എഴുതിയിരുന്നു സ്വന്തം അമ്മ തന്നെയാണ് അമന്റെ റോൾ മോഡൽ എന്നുള്ളത്. അബ്ദുള്ള കൂടെയുണ്ട്. അബ്ദുള്ളയുടെ ഒരു ആഗ്രഹം എന്താണ്? ഫ്യൂച്ചറിൽ എന്താവണം എന്നുള്ളതാണ്? കൂടുതലായിട്ട് സ്പേസിലേക്ക് ആസ്ട്രോണമി പഠിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അവിടെ ചെറുപ്പത്തിലേ അതിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ കുറെ അതിനെ പറ്റി റിസർച്ചിങ്. 7ാം ക്ലാസ്സിലെ കൊച്ചു അബ്ദുള്ള ഇപ്പോഴേ റിസർച്ച് വർക്കുകളൊക്കെ തുടങ്ങി എന്നാണ് പറയുന്നത്. മാത്തമാറ്റിക്സ് ആണ് ഇഷ്ട വിഷയം അല്ലേ? ഓക്കെ, അമന് 3 ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് ആഗ്രഹങ്ങൾ? സൈഡ് ആഗ്രഹങ്ങൾ വരെ ഒന്നും നടന്നില്ലെങ്കിൽ മറ്റു നടക്കും. ഓക്കെ, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആവണമെന്നുണ്ട്. പിന്നെ ആസ്ട്രോണമർ ആവാനുണ്ട്, നാസയ്ക്കോ ISRO വർക്ക് ചെയ്യണമെന്ന്. പിന്നെ ഒരു പൈലറ്റ് ആവണം. ഓക്കെ, അപ്പോൾ വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് കുറച്ച് കുട്ടികൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എക്സാമിനേഷൻ ഇതുപോലെയുള്ള കൂടുതൽ എക്സാമുകൾ എഴുതുക. സ്കൂളിലൊക്കെ എക്സാംസ് എഴുതാറുണ്ട്? SOF-ഉം ദീപികേന്റെ ഒക്കെ കുറെ എക്സാംസ് എഴുതാറുണ്ട്. അബ്ദുള്ള ഏതൊക്കെ എഴുതിയിട്ടുള്ളത്? ഞാൻ STEM എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ 3ാം ക്ലാസ്സിൽ നിന്ന് വേറൊരു എക്സാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അബ്ദുള്ള നമ്മുടെ എക്സാം ബൈ ലേണിംഗ് ഫൗണ്ടേഷൻ സ്റ്റുഡന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് ഒക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമ്മുടെ ക്ലാസ്സുകളിൽ കുറച്ച് അഡ്വാൻസ് ലെവൽ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഹെൽപ്ഫുൾ ആകാറുണ്ടാവും അല്ലേ ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാം? അങ്ങനെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ, നിങ്ങളും ഇതുപോലത്തെ പരമാവധി കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുക. അമനെ പോലെയും അതുപോലെ തന്നെ അബ്ദുള്ളനെ പോലെയും നല്ല വലിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, സ്വപ്നങ്ങൾ കോറിയിടുക. നിങ്ങളുടെ ആഗ്രഹത്തിൽ എന്തായാലും തീർച്ചയായിട്ടും എത്തും. ശ്രമിക്കുക അല്ലേ? നമ്മുടെ പരിശ്രമം അത് വിജയത്തിലേക്ക് തന്നെ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എക്സാം ഇതുപോലത്തെ എക്സാമുകൾ ഇനിയും പരമാവധി എഴുതണം. സ്റ്റേജ് 2 എക്സാമിന് എന്തായാലും 2 പേരുണ്ടാവില്ലേ? ജനുവരി 26-ന് കോഴിക്കോട് വെച്ചിട്ട് തന്നെ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ എക്സാം ഉള്ളത്. പരമാവധി പഠിക്കുക. ഫസ്റ്റ് പ്രൈസ് തന്നെ 2 പേരും കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിനോടൊക്കെ NSMCയുടെ വിശേഷങ്ങൾ പറയാം. അടുത്ത വർഷം NSMC ഉണ്ടെങ്കിൽ എഴുതുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും കണ്ടതിൽ സന്തോഷം. താങ്ക് യു.